എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനായ PNC മാക്കിൽ BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്ത കുട്ടികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷം ടോട്ടൽ 47 കോളേജുകളാണ് PNC മാക്കിൽ ഉള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ 1501 സീറ്റാണ് ഉള്ളത്. ഈ 47 കോളേജുകളിലുള്ള 50% മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. ബാക്കിയുള്ള 50% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് LBS അലോട്ട്മെൻറ്റ് വഴിയാണ്. ഇനി PNC മാക്കിൻ്റെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 460 അപ്പോൾ ഈ വർഷം 460 മാർക്കും കിട്ടിയ 17 കുട്ടികളാണ് ഉള്ളത്. അതായത് ഫുൾ ഇൻഡെക്സ് മാർക്ക് കിട്ടിയ 17 കുട്ടികളാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. അപ്പോൾ 460 എത്രയാണോ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം വരിക. ഇനി ഈ LBS വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ സെൽഫ് ഫിനാൻസിൽ എത്ര രൂപയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതേ സെയിം ഫീ തന്നെയാണ് PNC മാക്ക് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാലും നിങ്ങൾ ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ 96,325 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ ഫീ വരിക. പക്ഷേ ഒരു 10,000 രൂപ നിങ്ങൾ എക്സ്ട്രാ ഫീ ആയിട്ട് നൽകേണ്ടതുണ്ട്. അത് കോഷൻ ഡിപ്പോസിറ്റ് ആണ്. കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കത് തിരികെ ലഭിക്കുന്നതായിരിക്കും. ഈ ഫസ്റ്റ് ഇയറിൽ മാത്രമായിരിക്കും ഈ കോഷൻ ഡിപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരത്തുള്ളൂ. ബാക്കിയുള്ള ഇയറുകളിൽ ഈ ഒരു 10,000 രൂപ വരുന്നതല്ല. ഇനി 4 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ ഏകദേശം ഒരു 4 lakh രൂപയാണ് ഫീ ആയിട്ട് വരിക. അതുകൂടാതെ ബുക്സ്, യൂണിഫോം, ഹോസ്റ്റലിൽ നിൽക്കുന്നവരുടെ ഫീ ഇതൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ ഫീ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ ഫീ എല്ലാ കോളേജിലും തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എത്ര രൂപയാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫീ വരിക. 4 വർഷത്തേഴും കൂടി ഇതെല്ലാം കൂടി ടോട്ടൽ ഫീ എത്ര വരും എന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ കാണാത്തവരതൊന്ന് കണ്ടു നോക്കുക. ഇനി ഈ PNC മാക്കിൽ ടോട്ടൽ 47 കോളേജുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ 47 കോളേജുകളിലും ഓപ്ഷൻസ് നൽകാൻ സാധിക്കുന്നതല്ല. 10 കോളേജുകളിൽ മാത്രമാണ് ഓപ്ഷൻസ് നൽകാൻ സാധിക്കത്തുള്ളൂ. ഈ 10 കോളേജുകളിൽ ഏതെങ്കിലും ഒരു കോളേജുകളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് സെപ്റ്റംബർ 3 ആയിരിക്കും. അതിനുശേഷം സെപ്റ്റംബർ 8 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഈ വർഷം 3 അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ 6 അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വേക്കൻസി വരുന്നതിനനുസരിച്ച് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ സെക്യൂർ ചെയ്യുക. ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതുമാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. അപ്പോൾ 10,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഓൺലൈൻ വഴി നിങ്ങൾ ഫീ അടച്ചാൽ മതി. നേരിട്ട് ഡയറക്റ്റ് കോളേജിൽ ചെന്ന് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, അത് നിങ്ങൾക്ക് ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. അതിനുശേഷം ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ദെൻ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയം, ഡേറ്റ് അവർ പറയും. ആ സമയത്ത് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടി, ആ കോളേജിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ഹയർ ഓപ്ഷൻസ് നോക്കുന്നുണ്ട് എങ്കിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ റിമൂവ് ചെയ്യരുത്, അത് അവിടെ തന്നെ നിലനിർത്തുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ തന്നെ ടോക്കൺ ഫീ അടിച്ച് സീറ്റ് സെക്യൂർ ചെയ്യുക. 3ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു, പക്ഷേ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അതായത് 3 അലോട്ട്മെൻറ്റിലും കിട്ടിയ കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയ കോളേജല്ല കിട്ടിയത്. അപ്പോൾ പക്ഷേ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു എങ്കിൽ നിങ്ങൾ അടച്ച ടോക്കൺ ഫീ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PNC മാക്കിൻ്റെ എല്ലാ അഡ്മിഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് റീഫണ്ടിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടോക്കൺ ഫീ അടച്ച റിസീറ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ടോക്കൺ ഫീ അടച്ച റിസീറ്റ് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇനി കുട്ടികളുടെ ഒരു ഡൗട്ടാണ്, LBS വഴി ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, അതിനുശേഷം PNC മാക്കിൽ അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ LBSൽ നിന്ന് നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീ PNC മാക്കിൽ കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫീ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. LBSൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീ PNC മാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല.
അതുപോലെ PNC മാക്ക് വഴി അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ സ്കോളർഷിപ്പും ലഭിക്കുന്നതല്ല. അത് എല്ലാ കുട്ടികളുടെ ഒരു ഡൗട്ടാണ്, എന്തെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടികൾക്കും PNC മാക്ക് വഴി അഡ്മിഷൻ ലഭിക്കുന്ന ഒരു കുട്ടികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 12-ാം തീയതിയും തേർഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 17-ാം തീയതിയും പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും കോളേജ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ പുതിയ കോളേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ ആദ്യം കൊടുക്കുന്ന 10 കോളേജുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ 3 അലോട്ട്മെൻറ്റുകളും വരിക. അതുപോലെ ആപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുന്ന 47 കോളേജുകളുടെ ലിസ്റ്റും എത്ര സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടത്തുന്നത്, അതുപോലെ ഓരോ കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പറും സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ PNC മാക്കിൽ അഡ്മിഷൻ കിട്ടി പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും വാല്യൂ വ്യത്യാസമുണ്ടോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ LBS വഴി അഡ്മിഷൻ ലഭിച്ചാലും PNC മാക്ക് വഴി അഡ്മിഷൻ ലഭിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. രണ്ടും ഒരേ സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കും, ഒരേ വാല്യൂ തന്നെയായിരിക്കും. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്